നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. ജപ്പാൻ കടലിൽ മിസൈൽ അയച്ച് കരുത്തുകാട്ടി ഉത്തര കൊറിയ. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ കിഴക്കനേഷ്യയിലും ഉത്തര കൊറിയ പുതിയ പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കുറച്ചു കാലമായി പൊതുവേദികളിൽ കാണാതിരുന്ന കിം ജോങ് ഉൻ ജപ്പാൻ കടലിലേക്ക് പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് തന്റെ തിരിച്ചുവരവ് അറിയിച്ചു. ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരമായ വോൺസാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ 700 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് ജപ്പാൻ കടലിൽ പതിച്ചത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന ഉൾച്ചി ഫ്രീഡം ഷീൽഡ് സൈനിക അഭ്യാസത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നിരിക്കുന്നത്. സഖ്യരാജ്യങ്ങളുടെ സൈനിക അഭ്യാസങ്ങളെ പ്രതിരോധിക്കാനെന്ന പേരിൽ ഉത്തര കൊറിയ ഇക്കാലത്തും ഇത്തരം പ്രകോപനപരമായ നടപടികൾ ആവർത്തിക്കാറുണ്ട്. ഈ മിസൈൽ വിക്ഷേപണം കൊറിയൻ ഉപദ്വീപിലെയും കിഴക്കൻ ഏഷ്യയിലെയും സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഗുരുതരമായ നീക്കമാണെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും ശക്തമായി അപലപിച്ചു. ആധുനിക യുദ്ധതന്ത്രങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഉൾപ്പെടുത്തി സഖ്യസേന പ്രതിരോധം ശക്തമാക്കുമ്പോൾ കിമ്മിന്റെ ഈ പുതിയ നീക്കം ലോകത്തെ മറ്റൊരു വലിയ സുരക്ഷാ പ്രതിസന്ധിയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാന് പുതിയ ഭീഷണിയുമായി ട്രംപ്. പതിറ്റാണ്ടുകളായി തുടരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും അമേരിക്കയുടെ ധനകാര്യ യുദ്ധത്തെയും ഇറാൻ ധീരമായി അതിജീവിച്ച് മുന്നേറുകയാണ്. സൈനിക വിജയം നേടാനാകാതെ വരുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ആസ്തികൾ മരവിപ്പിച്ച് പട്ടിണിക്കിടാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ബാങ്കർ രാഷ്ട്രീയം വൻ ശക്തിക്ക് ചേർന്നതല്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ വിമർശിക്കുന്നു. ഇത്തരം സാമ്പത്തിക ഭീകരതയ്ക്ക് ദീർഘകാല ആയുസ്സില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ മറികടക്കാൻ ഇറാനും പ്രാദേശിക ശക്തികളും ശക്തമായ നയതന്ത്ര പ്രതിരോധമാണ് തീർക്കുന്നത്. ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ലോകത്തിന്റെ വിലയിരുത്തൽ. കർണാടകയിൽ ഇന്ന് സമ്പൂർണ്ണ ബന്ദ്. കാവേരി നദീജല തർക്കം വീണ്ടും ആളിക്കത്തിക്കൊണ്ട് കർണാടകയിൽ ഇന്ന് സമ്പൂർണ്ണ ബന്ദ് നടക്കുകയാണ്. തമിഴ്നാടിന് പ്രതിദിനം 12,000 ക്യൂസെക്സ് ജലം വിട്ടു നൽകണമെന്ന കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവാണ് കടുത്ത പ്രതിഷേധത്തിന് കാരണം. കന്നഡ ചെലവലി വട്ടൽ പക്ഷ കൺവീനർ വട്ടൽ നാഗരാജിന്റെ നേതൃത്വത്തിലാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിരവധി കന്നഡ സംഘടനകൾ ഇതിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പല കടകളും മാർക്കറ്റുകളും റെസ്റ്റോറന്റുകളും സ്വമേധയാ അടച്ചിട്ടിരിക്കുകയാണ്. ചില ഓഫീസുകൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യവും അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കർണാടക, കേരള RTC സർവീസുകൾ പതിവ് പോലെ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാവേരി വിഷയത്തോടൊപ്പം മെക്കേദാട്ടു അടക്കമുള്ള പദ്ധതികൾക്ക് അനുമതി വേഗത്തിലാക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ബന്ദ് പിൻവലിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി TK ശിവകുമാർ അഭ്യർത്ഥിച്ചെങ്കിലും കന്നഡ സംഘടനകൾ ആ ആവശ്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ, കാണേണ്ടത് അമിത്ഷായുടെ രാജിയെന്ന് പ്രതിപക്ഷം. പാർലമെന്റിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോര് പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സന്നദ്ധരായിട്ടും പ്രതിപക്ഷം ബോധപൂർവം ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും പോലീസ് അതിക്രമങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നീണ്ട സമയം സഭയിലിരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം ഈ വാഗ്ദാനം തള്ളിക്കളയുകയായിരുന്നു. അമിത്ഷാ കഴിഞ്ഞ 20 ദിവസമായി കാണാനില്ലെന്നും വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമത്തിന് ഉത്തരവിട്ട അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സഭയിൽ ബഹളം വെച്ച് ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ സുപ്രധാന വിഷയങ്ങളിൽ കൃത്യമായി മറുപടി നൽകാതെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശബരിമല നെയ് നീക്കത്തിൽ ദുരൂഹത. ശബരിമല സന്നിധാനത്തിലേക്ക് മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ് പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക രേഖകൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തൽ. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘമായ SIT അന്വേഷണം ഊർജിതമാക്കി. 1.65 ലക്ഷം ലിറ്റർ നെയ് വാങ്ങാൻ കരാർ ഉണ്ടായിരുന്നെങ്കിലും പമ്പയിൽ ലെഡ്ജറിൽ 1.61 ലക്ഷം ലിറ്റർ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ട്രാക്ടർ നമ്പർ, ഡ്രൈവറുടെ പേര്, രസീതിന്റെ പകർപ്പ് തുടങ്ങിയ നിർണായക വിവരങ്ങളൊന്നും ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് ഭക്തരുടെ വഴിപാടുമായി ബന്ധപ്പെട്ട ഈ ഗുരുതരമായ വീഴ്ചയും ദുരൂഹതയും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ തീരദേശവും സമ്പദ് വ്യവസ്ഥയും പ്രതിസന്ധിയിലാക്കി കേന്ദ്ര നീക്കം. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ കേരളത്തിന്റെ സാമ്പത്തിക പരിസ്ഥിതി മേഖലകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. കരിമണൽ ഖനന മേഖല പൂർണ്ണമായും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നതാണ് ഈ നിയമ പരിഷ്കാരം.
ധാതു നിക്ഷേപം കണ്ടെത്തിയാൽ ഖനനാനുമതി നൽകാനുള്ള അധികാരം സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മാറുന്നതോടെ കേരളത്തിന്റെ പരമാധികാരം നഷ്ടപ്പെടും. ഇത് ആലപ്പുഴ, കൊല്ലം തീരദേശങ്ങളിലും മലയോര മേഖലകളിലും കടുത്ത പരിസ്ഥിതി നാശത്തിനും കടൽക്ഷോഭത്തിനും കാരണമാകും. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഭീമമായ വരുമാനം നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഈ കേന്ദ്ര നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കേരളം. KPCC അധ്യക്ഷ പദവിയിലേക്ക് 3 പേരുകൾ. പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സാധ്യതാ പട്ടികയിൽ 3 പ്രമുഖ നേതാക്കൾ മാത്രം. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത്. തന്റെ അടുത്ത അനുയായികൾ പട്ടികയിൽ ഉള്ളതിനാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തു നിന്നും പുറത്തായി. സർക്കാരും പാർട്ടിയും തമ്മിൽ മികച്ച ഏകോപനം ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നിയമനം. മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായവും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഡൽഹിയിലെത്തിയ നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഹൈക്കമാൻഡ് ഇതിൽ അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. VD സതീശൻ സംശയമുനയിലെന്ന് CPIM ജില്ലാ സെക്രട്ടറി. MDMA ലഹരിക്കേസിൽ പ്രതിയായ മുഹമ്മദ് ഹുസൈനുമായി മുഖ്യമന്ത്രി VD സതീശനുള്ള ബന്ധത്തിൽ ആരോപണം കടുപ്പിച്ച് LDF. മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിലും പരിപാടികളിലും സജീവമായിരുന്ന ഹുസൈൻ കോൺഗ്രസിന്റെ പ്രാദേശിക ചുമതലകൾ വഹിച്ചയാളാണെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് വ്യക്തമാക്കി. പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധത്തെക്കുറിച്ചും പുതുയുഗ യാത്രയിലുള്ള പങ്കിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് DYFIയും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന വാർത്തകൾ മെറ്റയെ സ്വാധീനിച്ച് നീക്കം ചെയ്യുന്നത് പ്രധാനമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നും LDF കുറ്റപ്പെടുത്തി. ജോൺ ബ്രിട്ടാസിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി സുഷ്മിത ദേവ്. ജോൺ ബ്രിട്ടാസ് MPക്കെതിരെ ലുങ്കിവാല പരാമർശത്തിൽ രാജ്യസഭയിൽ രാഷ്ട്രീയ പോര് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഇടത് MPക്കെതിരെ BJP MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയതോടെയാണ് വിവാദം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത്. ബ്രിട്ടാസ് മതപരമായ പരാമർശങ്ങൾ നടത്തിയെന്നും തന്റെ പ്രസംഗങ്ങളിൽ അധിക്ഷേപപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് നോട്ടീസിലെ പ്രധാന ആക്ഷേപം. എന്നാൽ ഏതെങ്കിലും സംസ്ഥാനത്തെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ താൻ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നതായിരുന്നു സുഷ്മിത ദേവിന്റെ മറുപടി. സഭയിൽ എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സുഷ്മിത ദേവിന്റെ പരാതിയും കേൾക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളിലെയും വസ്ത്രധാരണ രീതികളെ പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്ന് JP നദ്ദയും സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. KSRTC കണ്ടക്ടർ വിജിലൻസിന്റെ കുരുക്കിൽ. KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്രക്കാരുടെ പണം വെട്ടിച്ച് കണ്ടക്ടർ നടത്തിയ തട്ടിപ്പ് വിജിലൻസ് പരിശോധനയിൽ പുറത്തായി. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മൂവാറ്റുപുഴ ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ വിജയനാണ് പിടിയിലായത്. വാഴക്കുളം പഞ്ചായത്തിലെ മഞ്ഞപ്പെട്ടി സ്റ്റോപ്പിലിറങ്ങിയ 2 പുരുഷ യാത്രക്കാരുടെ ടിക്കറ്റുകൾ ഇൻസ്പെക്ടർ പ്രിയേഷ് പോൾ പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്നത് പണം ഈടാക്കാത്ത 0 ടിക്കറ്റുകളായിരുന്നു. എന്നാൽ തങ്ങൾ കണ്ടക്ടർക്ക് കൃത്യമായി പണം നൽകിയിട്ടുണ്ടെന്ന് യാത്രക്കാർ ഇൻസ്പെക്ടറോട് വ്യക്തമാക്കി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ഉടൻ തന്നെ ബസ്സിനകത്ത് കയറി വിശദമായ പരിശോധന നടത്തി. ഈ പരിശോധനയിൽ സമാനമായ രീതിയിൽ മറ്റ് 3 പുരുഷ യാത്രക്കാർക്ക് കൂടി 0 ടിക്കറ്റുകളാണ് കണ്ടക്ടർ നൽകിയതെന്ന് വ്യക്തമായി. ഇവരും ടിക്കറ്റ് തുക കണ്ടക്ടർക്ക് നേരിട്ട് കൈമാറിയതായി പിന്നീട് സ്ഥിരീകരിച്ചു. യാത്രക്കാരുടെ പണം തട്ടിയെടുക്കാൻ ബോധപൂർവം 0 ടിക്കറ്റ് നൽകിയെന്ന് കണ്ട് കണ്ടക്ടർ വിജയനെതിരെ കർശന അച്ചടക്ക നടപടികൾക്ക് അധികൃതർ ശുപാർശ ചെയ്തു. തുടർ നടപടികൾക്കായി വിജിലൻസ് വിഭാഗത്തിന് ഔദ്യോഗിക റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്.